ഇറ്റ് ഈസ് എ 5-4-2 ജോബ്. 5 ദിവസം നമ്മൾ വർക്ക് ചെയ്യണത് 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. അത് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യണത് ശനി ഞായറും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിറ്ററലി പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 ദിവസങ്ങളിലും നമ്മുടെ ഫാമിലിയിൽ റിലേഷൻഷിപ്സിനെ വേണം, പക്ഷെ അതിനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ വളർന്നത് 2 ദിവസം മാത്രമല്ല, ലൈഫ് നമുക്ക് എല്ലാ ദിവസവും വേണം. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ലൈഫ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ട്രഡീഷണലി നമ്മളൊക്കെ ഒരു പ്രീ സെറ്റ് ചെയ്ത് വെച്ചേക്കണല്ലോ, നമ്മുടെ സൊസൈറ്റിയും പാരൻസും നമ്മുടെ ആ ഒരു കൾച്ചർ നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ആ രീതി മാത്രമാണ് നല്ലത് എന്നാണല്ലോ. പക്ഷെ നമ്മൾ ഫൈനാൻഷ്യലി ഉണ്ടാക്കുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. ഞാൻ അങ്ങനെ ഒരു ജോലി ചെയ്ത് മാക്സിമം ഒരു 10% പോലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത എത്രയോ വർഷങ്ങളുണ്ടായിരിക്കണം. കാരണം നമ്മൾ ജോലിയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടും. പിന്നെ നമ്മൾ ആദ്യമുള്ള പോലെ അല്ല മാരേജ് ആകുമ്പോൾ, പിന്നെ നമ്മളൊരു വീട് കുട്ടികളാകുമ്പോൾ, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടുന്നില്ല. അപ്പോൾ നമ്മളൊരു ട്രാപ്പിൽ പെടുകയാണ്. നമ്മളൊരു മോർഗേജും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സേവിങ്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പിന്നെ നമ്മൾ മോർഗേജ് ഒരു വലിയ ട്രാപ്പാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജോലിയിൽ തന്നെ മാറണമെന്ന് വെച്ചാലും അത് നമ്മളൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് റിലേഷൻഷിപ്സിലും മെൻ്റലി നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടില്ല എല്ലാവരും ജോലിയിലിരിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ എല്ലാ ആംഗിളിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കണ പോലെ ഒരു സെക്യൂരിറ്റി ഓർ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മളങ്ങനെ തൂങ്ങി പേടിച്ച് നിൽക്കുകയാണ്. ഒരുവിധം എല്ലാവർക്കും അതിൽ നിന്നൊന്ന് ചാടി പോരുന്നതുണ്ട്.